പ്രജ്വൽ രേവണ്ണ വിഷയം ഇപ്പോൾ കർണാടക രാഷ്ട്രീയത്തെ മാത്രമല്ല ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുകയാണ്. ഭരണമുന്നണിയായ NDAക്ക് പ്രത്യേകിച്ച് BJPക്ക് ഇത് വിശദീകരിക്കുന്നതിൽ വല്ലാത്ത അല്ലെങ്കിൽ അവരെ ഒരു വല്ലാത്ത പ്രതിരോധത്തിലേക്ക് വിഷയം കൊണ്ടുപോയിട്ടുണ്ട്. ഏതായാലും പ്രജ്വൽ രേവണ്ണ നാളെ വൈകിട്ടോടുകൂടി ഇന്ത്യയിൽ എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. SIT അതായത് കേസ് അന്വേഷിക്കുന്ന SIT ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. രാഷ്ട്രീയമായി ഈ കേസിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് 3000-ഓളം വീഡിയോകൾ ഇത്തരത്തിൽ അല്ലെങ്കിൽ 3000-ഓളം സ്ത്രീകളെ ചൂഷണം ചെയ്തു എന്നൊക്കെ ഉള്ള കണ്ടെത്തലുണ്ടായിട്ടുണ്ട്. ഓരോ ദിവസം പ്രതി പരാതികൾ പുതുതായിട്ട് വരുന്നുണ്ട്. കർണാടകയിൽ അടുത്ത ഘട്ടം തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് മെയ് 7-ാം തീയതി. ഏതായാലും ഈ പ്രജ്വൽ രേവണ്ണ വിഷയം, ഈ ഒരു സെക്സ് സ്കാൻഡൽ വല്ലാത്ത ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇത് വോട്ടർമാരെ കാര്യമായി സ്വാധീനിക്കാനും ഇടയുണ്ട്. ആദ്യഘട്ട തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ, അതായത് ഏപ്രിൽ 26-ന് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ഈ വിഷയം ചർച്ചയായിരുന്നു. ദേവേഗൌഡയുടെ തട്ടകമായിട്ടുള്ള ഹാസൻ മണ്ഡലത്തിൽ പോലും അത് വലിയ ചർച്ചയായിട്ടുണ്ട്. അതായത് പ്രജ്വൽ രേവണ്ണ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണ്. അവിടെയെങ്കിലും അത് തിരിച്ചടി ഉണ്ടാവാനുള്ള ഒരു സാധ്യതയൊക്കെ ഏതായാലും നിലനിൽക്കുന്നുമുണ്ട്. ബേട്ടി ബച്ചാവോ എന്ന് പറഞ്ഞ് രാജ്യമെങ്ങും പ്രചാരണം നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അതുപോലെ തന്നെ അമിത്ഷാ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ വിഷയത്തിൽ കാര്യമായിട്ടുള്ള മൗനം പാലിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ പ്രജ്വൽ രേവണ്ണയെ തള്ളിപ്പറയാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളത് കൗതുകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ വിഷയം കാര്യമായി തന്നെ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്. ഇന്ന് DK ശിവകുമാർ നടത്തിയൊരു പ്രതികരണം കൂടി എടുത്തു പറയേണ്ടതാണ്. ദേവേഗൌഡ കുടുംബത്തിലെ പോര്, അതായത് കുമാരസ്വാമിയും HD രേവണ്ണയും തമ്മിലുള്ള ആ പോരാണ് ഈ വീഡിയോകളൊക്കെ പുറത്തു വരാനുള്ള ഒരു പ്രധാന കാരണം എന്നുള്ളതാണ്. ഏതായാലും HD കുമാരസ്വാമിയുടെ മകൻ നിഖിൽ കുമാരസ്വാമിയുടെയും ഇതുമായി ബന്ധപ്പെട്ട ചില വീഡിയോകൾ ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി കർണാടക രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഏതായാലും രാജ്യത്തിന് തന്നെ നാണക്കേടുണ്ടാക്കിയ ഒരു വിഷയമായി ഇപ്പോൾ പ്രജ്വൽ വിഷയം മാറിക്കഴിഞ്ഞു. നാളെ വൈകിട്ടോടുകൂടി തന്നെ പ്രജ്വൽ രേവണ്ണ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തും. അദ്ദേഹത്തിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്.